ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു. യോഹന്നാൻ 5-ാം അധ്യായം 8-9 വചനങ്ങളിൽ, ഏ മനുഷ്യ, നീ എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക. ആമേൻ, ഹല്ലേലൂയ. You are no more a sick man. Rise up and walk. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി, ആമേൻ, കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഉടനെ മുടന്തൻ സൗഖ്യമായി അവൻ കിടക്കയെടുത്ത് നടന്നു. The happening does not end there. ഇവിടെ നിൽക്കുന്നില്ല കാര്യം. ചാപ്റ്റർ അവിടെ നിൽക്കുന്നില്ല. നാളുകൾ കഴിഞ്ഞ് സന്തോഷ വാർത്ത നമുക്ക് ഉണ്ട്. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ 5-ാം അധ്യായം 14 വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്നു. സൗഖ്യം പ്രാപിച്ച ഈ പഴയ മുടന്തന് അനന്തരം യേശു ദേവാലയത്തിൽ വെച്ച് കണ്ട്. ആമേൻ. സൗഖ്യം പ്രാപിച്ച ഈ മനുഷ്യന് യേശു കള്ളുക്കടയിൽ വെച്ചല്ല കണ്ടത്, മന്ത്രവാദിയുടെ അടുക്കലല്ല കണ്ടത്, കുരിശുമലയിലല്ല കണ്ടത്, ഗുരുവായൂരിൽ വെച്ചല്ല കണ്ടത്. അവൻ ശരിക്കും ദൈവസന്നിധിയിൽ വെച്ച് യേശു അവനെ കണ്ട്. അവന് പറയുവാൻ ഒരു വർത്തമാനം യേശുവിനുണ്ട്. നോക്ക്, യോഹന്നാൻ 5:14 വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന. നോക്ക്, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായിട്ട് ഭവിക്കാതിരുപ്പാൻ ഇനി പാപം നീ ചെയ്യരുത്. ഇപ്പം മനസ്സിലായി. അവൻ രോഗിയായി 38 ആണ്ടുകാലം കിടന്നത് അവൻ്റെ കയ്യിരിപ്പ് കൊണ്ടാണ്, അവൻ ചെയ്ത അക്രമം കൊണ്ടാണ്. ഇനി ഇതുപോലെ ഒരു തിന്മ നിന്റെ ജീവിതത്തിൽ വരാതിരുപ്പാൻ മകനെ നോക്ക്, ഇനി പാപം ചെയ്യരുതേ. ആമേൻ. സ്പഷ്ടം അവൻ്റെ പാപം ഇവൻ്റെ ജീവിതത്തിൽ ദീനം കൊണ്ടുവന്ന് ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിൽ എഴുതുന്ന 38:3 എൻ്റെ പാപം എന്നെ രോഗിയാക്കി, എൻ്റെ പാപം, ഞാൻ ചെയ്ത അക്രമം, 38:3, എൻ്റെ പാപം ഖേടുവായി, എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയില്ല. ഏത് അസ്ഥി കൊണ്ട് ഞാൻ അക്രമം കാണിച്ചോ, ഏത് അസ്ഥിയുടെ ബലം കൊണ്ട് ഞാൻ പാപം ചെയ്തുവോ, ദാവീദിന്റെ ഉള്ളിനെ ദൈവാത്മാവ് ഉണർത്തുന്നു. എൻ്റെ പാപം കേടുവായി, എൻ്റെ അസ്ഥികളിൽ എനിക്ക് സ്വസ്ഥത നഷ്ടപ്പെട്ട് പാപം രോഗം കൊണ്ടുവരും. ആകയാൽ വ്യക്തി ജീവിതങ്ങളെ മടങ്ങിപ്പോകുമ്പോൾ പഴയ മനുഷ്യനായല്ല, പുത്തം പുതു മനുഷ്യനായി നീ മടങ്ങിപ്പോകും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ക്യാൻസർ മുളകൾ തെറിക്കും, ബ്ലഡ് ക്യാൻസറുകൾ മാറും, ആത്മഹത്യ ചിന്ത നിന്റെ ജീവിതം വിട്ട് ഓടും. ഒരു പുതിയ തെമ്പും ബലമും സൗഖ്യമും ദൈവം തന്നു തന്നെ അയക്കും. മാനസാന്തരപ്പെടാഞ്ഞാൽ, മടങ്ങി ദൈവസന്നിധിയിൽ നാം വരാഞ്ഞാൽ, ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന നമ്പർ 1 സഭാപ്രസംഗി 10-ാം അധ്യായം 6-ാം വചനം നമ്മ പഠിപ്പിക്കുന്ന, നിന്റെ മുകളിൽ ഇരുന്ന് നിന്നെ ഭരിക്കുന്നത് നമ്പർ 1 മൂടനായിരിക്കും. ആമേൻ. വായിച്ചു നോക്കുക ബൈബിളിൽ. സഭാപ്രസംഗി 10:6. മൂടന്മാർ, അത് രാഷ്ട്രീയമോ മതമോ സംഘടനയോ, മൂടന്മാർ നിനക്ക് മുകളിൽ
ശ്രേഷ്ഠ പദവികളിൽ വരും. നിന്നെ ഭരിക്കുന്നത്, നിന്നെ നയിക്കുന്നത് നമ്പർ 1 മൂടനായിരിക്കും. നമ്പർ 1 നീ മാനസാന്തരപ്പെടാഞ്ഞാൽ. 2 നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരാഞ്ഞാൽ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന 2 രാജാക്കന്മാർ 17:25 നീ പാർക്കേണ്ട ഭൂമി പുലിയും കടുവയും വന്ന് പാർക്കും. 2 രാജാക്കന്മാർ 17:25 നീ മാനസാന്തരപ്പെടാഞ്ഞാൽ, നീ ദൈവത്തെ ഭയപ്പെടാഞ്ഞാൽ, നീ നേരാകാതിരുന്നാൽ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന 3 ജെറമ്യ 5:17 അന്യൻ വന്ന് നിന്റെ മക്കൾക്ക് വച്ചിരിക്കുന്ന സമ്പാദ്യം അല്ലെങ്കിൽ വിളവ് അന്യൻ വന്ന് ഭക്ഷിക്കും. ക്രൂരം. നിന്റെ തലമുറയ്ക്ക് നീ കരുതി വച്ചിരിക്കുന്ന വിളവ് അന്യൻ അടിച്ചുകൊണ്ടു പോകും. ജെറമ്യ 5:17 നീ നേരാകാതിരുന്നാൽ, നീ മാനസാന്തരപ്പെടാതിരുന്നാൽ, ആവർത്തനം 28:38 പ്രകാരം, 2 ദിനവൃത്താന്തം 7:13 പ്രകാരം വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന കൊള്ളനോയ് അഥവാ മഹാമാരി. മഹാമാരി എന്നുള്ള മലയാള വാക്കിൽ ഇംഗ്ലീഷ് ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന പെൻഡാമിക് എന്നല്ല, എപ്പിഡമിക്. ലോകം സമ്പൂർണമായി കൊള്ളവ്യാധി കൈയടക്കും. ഒരു പ്രദേശത്തിലല്ല, ലോകം എമ്പാടും. ഇതൊക്കെ നാം നമ്മ ചുറ്റും നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഭൂമിയിൽ നാം കണ്ടതാണ്. 5ാമത് ഒരു ദുരന്തമുണ്ട്. നേരാകാതിരുന്നാൽ നമുക്ക് കിട്ടുന്ന സമ്മാനം വ്യാധി. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗശയ്യയിലെനിക്കു സഹായകനും രാക്കാല ഗീഡവുമവൻ. രോഗശയ്യയിലെനിക്കു സഹായകനും രാക്കാല ഗീഡവുമവൻ. നല്ല വൈദ്യനോ ദിവ്യ ഔഷധവും എൻ ആത്മസഖിയുമവൻ തന്നെ. നല്ല വൈദ്യനോ. നമുക്കൊന്ന് എഴുന്നേൽക്കാമോ? ഗർഭങ്ങളിൽ ജീവൻ ഇറങ്ങുന്ന, ജീവരഹിത ഗർഭങ്ങളിൽ ജീവൻ ഇറങ്ങുന്ന കർത്താവിൻ്റെ കരം തൊടുന്ന് ഒരത്ഭുതം ചെയ്യുന്നതിനായി നന്ദി. നന്ദി അപ്പ, നന്ദി ദൈവമേ, നന്ദി 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 നന്ദി. ആമേൻ. തലയോട് മാറ്റണമെന്ന് വിധി എഴുതപ്പെട്ട വ്യക്തി ആർ? ആമേൻ. സ്കൽ ട്രാൻസ്പ്ലാന്റേഷൻ ചികിത്സ നടത്തണമെന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതപ്പെട്ട ഒരു വ്യക്തിയെ നിന്നെ നിർമ്മിച്ച യേശുവിന്റെ കരം നിങ്ങളുടെ ശിരസിനെ യേശു ഇപ്പോൾ തൊടുന്നേ. ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ. ഒരു വെപ്രാളം മാന്ത്രിക മുഖാന്തരം അനുഭവിക്കുന്ന വെപ്രാളം പല ആളുകളുടെ ഉള്ളിനെ വിട്ട് ഓടുന്നതാ. ഓ, ചില ആളുകളെ ബന്ധിച്ചു വച്ചിരിക്കുന്ന സർപ്പം, പാമ്പ്, ഓ യേശുവിൻ നാമത്തിൽ ജയം. ഒരു നാളിക ഉറങ്ങിയിട്ടില്ല ബ്രദർ. ഒരു നാളിക ഞാൻ ഉറങ്ങുന്നില്ല ബ്രദർ. ഉറക്കം നഷ്ടപ്പെട്ട് ചൂട് പിടിച്ച്, തലച്ചോറിന് ചൂട് പിടിച്ച് നിലവിളിക്കുന്ന ചില വ്യക്തികളെ കർത്താവിന്റെ വചനത്തിന്റെ ശക്തി തൊട്ട് വിടുതൽ ഇപ്പോൾ നൽകി കഴിഞ്ഞ്.
ടി 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 മാറ് എടുത്തു മാറ്റണമെന്ന് വിധി എഴുതപ്പെട്ട ഒരു യുവതിയെ യേശുവിൻ്റെ സൗഖ്യമാക്കുന്ന കരം ഇപ്പോൾ ഇറങ്ങി തുടങ്ങുന്നത് ഞാൻ കണ്ട്. നോ 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 സർജറി സിസ്റ്റർ, നോ സർജറി. നന്ദി 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 യേശുവേ. ഹീലിംഗ് പവർ ഒരു വ്യക്തിയിലല്ല, ചില വ്യക്തികളിലല്ല, ഈ പരിസരം പൂർണ്ണമായി യേശുവിൻ്റെ സഭയ്ക്ക് നൽകുന്ന തണൽ വ്യാപരിക്കുന്ന. ഓ, ടേക്ക് യുവർ ഹീലിംഗ്, ടേക്ക് യുവർ ഹീലിംഗ്, ടേക്ക് യുവർ ഹീലിംഗ്, ടേക്ക് യുവർ പവർ ഓഫ് ഹീലിംഗ്. നന്ദി 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 യേശുവേ. തൻ്റെ കരുണ എത്രയോ വിശിഷ്ട, തൻ സ്നേഹ ആശ്ചര്യമേ. തൻ്റെ കരുണ എത്രയോ വിശിഷ്ട, തൻ സ്നേഹ ആശ്ചര്യമേ. ലംഘനങ്ങളോ എന്നകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താ. ലംഘനങ്ങളോ റബ ലഞ്ജന ശാലദ റഗാലദ. ആമേൻ. കെട്ടുകൾ പൊട്ടുന്നു, മുളകൾ മാറുന്നു, ചങ്ങലകൾ പൊട്ടുന്നു. ഓ ആമേൻ ആമേൻ. അഗ്നി 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 അഗ്നി. ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ. അടിക്കടി ബോധം കെട്ട് വീഴുന്ന ചില വ്യക്തികള് നിന്നെ ഭരിക്കുന്ന ഇരുളിന്റെ കരത്തെ കർത്താവ് നിർമൂലമാക്കി നിന്റെ ഉള്ളിലെ വെളിച്ചം വീശുന്നതാ. പവർ power, 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 power. Deva Shakti, Deva Shakti, Deva Shakti, Deva Shakti. Nani, 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 nani. ഇരിക്കാം. ദൈവസന്നിധിയിൽ സന്തോഷം അനുഭവിക്കുന്ന ദൈവമക്കൾ രണ്ട് കരം ഉയർത്തി കൈകളെ തട്ടി. രണ്ടാമത് സദൃശവാക്യം 15:32. പ്രബോധനം ത്യജിക്കുന്നവൻ തൻ്റെ പ്രാണന് നിരസിക്കുന്നു. അവിടെയും ഇംഗ്ലീഷ് വചനം മനോഹരം. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന refuses instruction, despises his own soul. നിയമ ലംഘനം, വചന ലംഘനം, ദൈവ അരുളപ്പാട് നിയമ ലംഘനം നിന്റെ ജീവിതത്തിൽ രോഗം കൊണ്ടുവരും. ആമേൻ. ദൈവം രാജാവാണ്. ഇത് ഒരു രാജ്യമാണ്, ആത്മീയ രാജ്യം, വെളിച്ചത്തിൻ്റെ രാജ്യം, സത്യത്തിൻ്റെ രാജ്യം. അങ്ങനെയാണെങ്കിൽ അവിടെ ചട്ടമുണ്ട്. ചട്ടം ലംഘിക്കരുത്. ഇഫ് യു ബ്രേക്ക് ഗാഡ്സ് ലോ, യു ആർ ബ്രേക്കിംഗ് യുവർ ഓൺ ഹെൽത്ത്. ചട്ടം ലംഘിക്കരുത്. ദിവ്യ ലംഘനം, ദിവ്യ ആലോചനയുടെ ലംഘനം, ദിവ്യ ചട്ടത്തിൻ്റെ ലംഘനം മുഖാന്തരം നീ രോഗിയായിത്തീരും. ആമേൻ. Therefore let us not break God's law. ദൈവം നമ്മുടെ മുമ്പിൽ ചട്ടം വച്ചിട്ടുണ്ട്. അധ്വാനം, ഭക്ഷണം, വിശ്രാമം. ഇന്നും പല ഉണ്ട്. തൽക്കാലം ഈ മൂന്നും അല്പം ധ്യാനിക്കാം. അധ്വാനം, അധ്വാനത്തിൽ ക്രമം വേണം. അധ്വാനിക്കണം, അധ്വാനത്തിൽ ക്രമം വേണം.
ഭക്ഷണത്തിലും ക്രമം ലംഘിക്കരുത്. ക്രമം വേണം, അല്ലെങ്കിൽ ദീനം പിടിച്ച് ചാകും. അധ്വാനം, ഭക്ഷണം, വിശ്രാമം. നിങ്ങൾക്കറിയാമോ, അന്ന് ഉണ്ടായിരുന്നത് ആദാമും ഹവ്വയും, രണ്ടേ രണ്ടാളുകൾ. ദ ഹോൾ യൂണിവേഴ്സ്, വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഈ പ്രപഞ്ചം പൂർണ്ണമായി ആദാമിൻ്റെ കയ്യിൽ. എങ്കിലും ആദാമേ, നീ സുഖിച്ച് ഉറങ്ങി ജീവിച്ചോ എന്ന് ദൈവം കൽപ്പിച്ചില്ല. ആദാമേ, ഉൽപ്പത്തി 2:15 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, നീ നിനക്ക് തന്നിരിക്കുന്ന തോട്ടത്തിൽ നീ വേല ചെയ്യണം. കൈകളെ തട്ടി, അല്ലെങ്കിൽ ദീനം പിടിക്കും. നിന്നെ കൊണ്ട് കഴിയുന്ന അധ്വാനം. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15-ാം വചനത്തിലെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന സർവ ഭൂമിയുടെയും സർവ സമ്പത്തും ആദാമിനും ഹവ്വയ്ക്കും അനുഭവിപ്പാൻ ദൈവം സ്വാതന്ത്ര്യം നൽകിയിട്ടെങ്കിലും കൈയും കെട്ടിക്കിടന്ന് നീ സുഖിക്കരുത്. കൈ കൊണ്ട് നീ അധ്വാനിക്കണം. അത് ചട്ടം, ദൈവത്തിൻ്റെ ചട്ടം. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അതേ ദൈവവചനം പൗലോസ് മുഖാന്തരം അല്പം കൂടെ സ്ട്രിക്റ്റായി 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം 10-ാം വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന വേല ചെയ്യുവാൻ മനസ്സ് ഇല്ലാത്തവൻ തിന്നരുത്. സെർച്ച് യുവർ ബൈബിൾ. ബൈബിൾ, നിങ്ങളുടെ കയ്യിലുള്ള ബൈബിളിൽ ആ വചനമുണ്ട്. വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നരുത്. അധ്വാനിക്കാതിരുന്നാൽ, അധ്വാനത്തിൽ ഒരു ക്രമം ഇല്ലാതിരുന്നാൽ ബൈബിൾ നമ്മ കണിശമായി കണ്ടിപ്പായി പഠിപ്പിക്കുന്ന നീ രോഗിയായിത്തീരും. രണ്ടാമത് ഭക്ഷണകാര്യം. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന സങ്കീർത്തനം 78:18 ബൈബിൾ എടുത്ത് വരയ്ക്കണം. എല്ലാവരും താളുകൾ മറിയണം. സങ്കീർത്തനം 78:18 വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന കൊതിക്ക് ഭക്ഷിക്കരുത്, നീ വിശപ്പിന് ഭക്ഷിക്കണം. ആമേൻ, ഹല്ലേലൂയ. കൊതിക്ക് നീ ഭക്ഷിക്കരുത്, തട്ടിവിടരുത്. വിശപ്പ് വന്നാൽ ഭക്ഷിക്കണം, എന്നാൽ രോഗം നിന്നെ പിടിക്കുകയേയില്ല. സങ്കീർത്തനം 78:18 നമ്മ പഠിപ്പിക്കുന്ന രണ്ടാമത് വിശപ്പിന് ഭക്ഷിക്കണം. സഭപ്രസംഗി 10-ാം അധ്യായം 17 നീ രണ്ടാമത് ബലത്തിന് ഭക്ഷിക്കണം, മദ്യപാനത്തിന് ഭക്ഷിക്കരുത്. ആമേൻ, ഹല്ലേലൂയ. 2 വചനവും ചുരുക്കി ഗ്രഹിച്ചാൽ സങ്കീർത്തനം 78:18 സഭപ്രസംഗി 10-ാം അധ്യായം 17-ാം വചനത്തില് വിശപ്പിനും ബലത്തിനും നീ ആഹാരം ഭക്ഷിക്കണം, കൊതിക്കും മദ്യപാനത്തിനും നീ ഭക്ഷിക്കരുതേ. ആമേൻ. സന്തോഷം വരുന്നില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത് വിശ്രാമത്തിൻ്റെ കാര്യത്തിൽ 2 കാര്യങ്ങൾ സങ്കീർത്തനത്തിൽ യേശു കർത്താവ് വെളിപ്പെടുത്തും. സങ്കീർത്തനം 104, 20, 21, 22, 23 വചനങ്ങളിൽ 1 സൂര്യൻ അസ്തമിക്കുമ്പോൾ, 2 സൂര്യൻ ഉദിക്കുമ്പോൾ. സൂര്യൻ അസ്തമിക്കുമ്പോൾ നീ ചെയ്യേണ്ടത്, സൂര്യൻ ഉദിക്കുമ്പോൾ നീ ചെയ്യേണ്ടത്, ദൈവം തന്നിരിക്കുന്ന ചട്ടം അത് ലംഘിക്കരുത്. ലംഘിച്ചാൽ ദീനം കൊണ്ട് നീയും ഞാനും മരിക്കേണ്ടി വരും. 1 സൂര്യൻ അസ്തമിക്കുമ്പോൾ,
സങ്കീർത്തനം 104:20 ദൈവമേ അങ്ങ് ഇരുട്ട് വരുത്തുന്നു, രാത്രി ഉണ്ടാകുന്നു, അപ്പോൾ കാട്ടുമൃഗങ്ങൾ സഞ്ചാരം തുടങ്ങുന്നു, ഒക്കെയും സഞ്ചാരം തുടങ്ങുന്നു. ഇരുട്ട് വരുത്തുന്നു, സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇരുട്ട് വരുത്തുന്നു, അപ്പോൾ മൃഗം സഞ്ചരിക്കുന്നു. മനുഷ്യ, നീ സഞ്ചരിക്കരുത്, നിനക്ക് വിശ്രാമം വേണം. അധ്വാനിക്കുന്നവന് വിശ്രമിക്കുവാൻ വേണ്ടി ദൈവം സൂര്യനെ നിർമ്മിച്ചു, അത് അസ്തമിക്കുന്നു. അധ്വാനിക്കുന്നവന് വിശ്രമം. മർക്കോസ് സുവിശേഷം 6:31 യേശുവും ശിഷ്യന്മാരും രാപ്പകൽ അധ്വാനിച്ചു. രാപ്പകൽ വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നതിനാൽ യേശുവിനും ശിഷ്യന്മാർക്കും ഭക്ഷിപ്പാൻ പോലും കഴിയാതെ കഠിനമായി അവർ അധ്വാനിച്ചു. ഭക്ഷിപ്പാനോ റെസ്റ്റ് എടുപ്പാനോ അല്പം ആശ്വസിപ്പാനോ സമയം ഇല്ലായകയാൽ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ്, നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചുകൊള്ളുവീൻ, അല്പം റെസ്റ്റ് എടുത്തുകൊള്ളുവീൻ. കാരണം നിങ്ങൾ കഠിനമായി അധ്വാനിച്ചിരിക്കുന്നു. അധ്വാനിക്കുന്നവനാണ് റെസ്റ്റ്. ആമേൻ, ആമേൻ. എന്നാൽ ദീനം അടുക്കുകയില്ല. രണ്ടാമത്, സൂര്യൻ ഉദിക്കുമ്പോൾ അവ കാട്ടുമൃഗങ്ങൾ മടങ്ങുന്നു, തങ്ങളുടെ ഗുഹകളിൽ ചെന്ന് കിടക്കുന്നു, അത് വിശ്രമിക്കുന്നു. അത് വിശ്രമിക്കുമ്പോൾ മനുഷ്യ, നീ അധ്വാനിക്കുവാൻ പുറപ്പെടണം. അതാണ് വചനത്തിൻ്റെ അർത്ഥം. ആമേൻ. 23-ാം വചനം, സങ്കീർത്തനം 104:23 മൃഗം കൂട്ടുകളിൽ ചെന്ന് ഗുഹകളിൽ ചെന്ന് അധ്വാനിക്കുമ്പോൾ മനുഷ്യൻ തൻ്റെ പണിക്ക് പുറപ്പെടുന്നു. അതിരാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ, അതിരാവിലെ, the dawn of the day, ആ ദിവസം തുടങ്ങുന്ന നാളികയിൽ മനുഷ്യ, നീ ജോലിക്ക് പുറപ്പെടണം, അധ്വാനിക്കുവാൻ പുറപ്പെടണം. സൂര്യൻ ഉദിക്കുമ്പോൾ നീ അധ്വാനിക്കാൻ പുറപ്പെടണമെങ്കിൽ നീ നിന്റെ കിടക്ക വിട്ട് ഉണരേണ്ടത് അതിരാവിലെ. ദീനം വരത്തില്ല. മിസ്റ്ററി ഓഫ് ജീസസ് പ്രയർ ഗാർഡൻസ്, പോസ്റ്റ് ബോക്സ് നമ്പർ 20, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, നെയ്യാറ്റിങ്കര 695121, തിരുവനന്തപുരം. ഫോൺ നമ്പർ 0471 222 0100.